മഹത്തായ ആദർശ പരിപാടിയിലാണ് നാം എല്ലാവരും ഉള്ളത്. അർഹമുർ റഹീമായ റബ്ബ് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തരുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച ദീന് സഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ നമ്മിലേക്ക് എത്തിച്ചേർന്ന പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅ ഇത് പ്രമോട്ട് ചെയ്യുകയും ഇതിനുവേണ്ടി എല്ലാവിധ ആയുസ്സും സമയവും വിനിയോഗിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ പ്രവർത്തകരും. അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വകുനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാകണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതാ. തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് പറയുന്ന അല്ലാഹു നമ്മളോട് രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പമാകണമെന്ന. പ്രബോധന മേഖലയിൽ, ആദർശ മേഖലയിൽ, പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ സത്യത്തിന്റെ വക്താക്കളെയും അസത്യത്തിന്റെ ആളുകളെയും കാണുമ്പോൾ നിങ്ങൾ സത്യത്തോടു കൂടെയാകണമെന്നാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. 1920കളിൽ രൂപീകരിക്കപ്പെട്ട പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത ഇവിടെ ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മളൊന്നും ഇതുപോലെ തലപ്പാവ് ധരിച്ച് അള്ളാഹുവിന്റെ മതം പഠിക്കാനുള്ള ഭാഗ്യം നമുക്കാർക്കും ഉണ്ടാവുകയില്ല. എന്താണ് കേരളത്തിന്റെ പുറത്തുള്ള അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ. ഉത്തരേന്ത്യയിലൊന്ന് പോയി നോക്കൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വരുന്ന ആസാമിലെയും ബംഗാളിലെയും പ്രവർത്തകർ ശരിക്ക് പേര് പോലും അവർക്ക് പറയാൻ പറ്റുന്നില്ല. പരിശുദ്ധമായ ഫാത്തിഹ പോലും ഓതാൻ കഴിയുന്നില്ല. മുസൽമാന്റെ പേരിട്ടുകൊണ്ട് അവരിവിടെ ജീവിക്കുകയാണ്, ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ. ഈ ഒരവസ്ഥയിൽ സഹോദരങ്ങളെ, നമ്മളൊക്കെ നല്ല രൂപത്തിൽ മദ്രസയിൽ പഠിച്ചു, പള്ളി ദർസിൽ പഠിച്ചു, ഇസ്ലാമിക സ്ഥാപനങ്ങളിലും കലാലയങ്ങളിലും യൂണിവേഴ്സിറ്റികളിലും പോയി ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കാൻ സാധുക്കളായ നമുക്ക് പറ്റിയത് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. പറഞ്ഞു വന്നത് 1920കളിൽ രൂപീകൃതമായ ആ സമസ്ത ഇന്നും വളരെ പച്ചയായി അതിന്റെ ജീവസുറ്റ അഭിമാനത്തോടെ ഇന്നും നിലനിൽക്കുകയാണ്. സമസ്തയെ എതിർക്കാൻ, അതിനെ തോൽപ്പിക്കാൻ ഒരുപാട് കക്ഷികൾ ഇവിടെ വന്നു. അഖില കേരള ജമിയത്തുൽ ഉലമ 1960ന്റെ അവസാനങ്ങളിൽ വന്നു. പക്ഷേ അഖിലക്ക് അഡ്രസ്സില്ലാതെയായി. അതിനുശേഷം സമസ്തക്ക് ഭീഷണിയായി, സമസ്തയെ തോൽപ്പിക്കാൻ വേണ്ടി വന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രസ്ഥാനം. അതാ അതും അസ്തമിക്കാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയാണുള്ളത്. കുറച്ചൊക്കെ വിഷയങ്ങൾ നമ്മുടെ കുഴിമണ്ണ ഫൈസ് ഉസ്താദ് പറഞ്ഞില്ലേ, അദ്ദേഹം ടച്ച് ചെയ്യാത്ത വേറൊരുപാട് വിഷയങ്ങൾ ഞാനും പറയാം. ഇന്നലെ രാത്രി കോഴിക്കോട് ജില്ലയിൽ ഒരു വലിയ സുന്നി സമ്മേളനം ഉണ്ടായിരുന്നു. ഈ സുന്നി സമ്മേളനം ആരുടേതാ? AP വിമതന്മാരുടെ സുന്നി സമ്മേളനമായിരുന്നു ഇന്നലെ രാത്രി നടന്നത്. നോക്കണേ നിങ്ങൾ, ആർക്കെതിരെ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കെതിരെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കുമെതിരെ ഇന്നലെ ഒരു സുന്നി സമ്മേളനം AP വിഭാഗം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളാ അതിൽ പങ്കെടുത്തത്. അതിന്റെ മുമ്പ്, അതിന്റെ തലേ ദിവസം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു.
ആ പരിപാടിയിൽ CM വലിയുല്ലാഹിയെ പറ്റി പറഞ്ഞിരുന്നു. CM വലിയുല്ലാഹിയെ അംഗീകരിക്കാത്ത ഒരാളാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും മനസ്സിലായിട്ടുണ്ട്. മഞ്ചേരി വെച്ച് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു ഒരു ഷെയ്ഖാണെങ്കിൽ താടി വടിക്കാൻ പാടില്ല. അപ്പൊ ചോദിച്ചു, മടവൂര് താടി വടിക്കുന്നില്ലേ? ഉടൻ മൂപ്പര മറുപടി, അങ്ങനെ എത്ര ആൾക്കാർ ഇവിടെ താടി വടിക്കുന്നുണ്ട്, താടി വടിക്കുന്നവർക്ക് മുറുവത്തില്ല, നിക്കാഹിന് സാക്ഷിക്ക് പോലും ഓല പറ്റൂല എന്ന് മറുപടി പറഞ്ഞു കളഞ്ഞു അദ്ദേഹം. നോക്കണേ നിങ്ങൾ, മടവൂര് താടി വടിക്കണില്ലേ എന്ന് ചോദിച്ചപ്പോ മറുപടി, താടി വടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, നിക്കാഹിന് സാക്ഷിക്ക് പോലും പറ്റൂല, മുറുവത്തില്ല, അദാലത്തില്ല, അങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, SYS ബുക്ക് സ്റ്റാളിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടുകെട്ടി. കാരണം അതിൽ CM വലിയുല്ലാഹിയെ കുത്തുബുൽ ആലം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതൊരിക്കലും നമ്മൾ അനുവാദം കൊടുക്കാത്ത പരിപാടിയാണ്. കേട്ടാ തോന്നും എല്ലാം പൊന്മള അനുവാദം കൊടുത്താലേ ഇവിടെ നടക്കുള്ളൂ. അപ്പൊ CM വലിയുല്ലാഹിയെ കുത്തുബുൽ ആലം എന്ന് പറയാൻ നമ്മൾ അനുവാദം കൊടുത്തിട്ടില്ല. ഇതൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ആന്റി പൊന്മള ടെൻഡൻസിയാണ് ഇപ്പോൾ AP വിഭാഗത്തിൽ ധ്രുവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്നലെ കോഴിക്കോട് ഒരു സുന്നി സമ്മേളനം നടന്നത്. ആ സുന്നി സമ്മേളനത്തിൽ മുഴുവൻ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ക്ലിപ്പിട്ടിട്ടാണ് പ്രഭാഷണം നടത്തിയത്. ആലോചിച്ചു നോക്ക് നിങ്ങൾ. എന്നിട്ട് അവിടെ വന്നിട്ട് മുഖാമുഖമായിരുന്നു ഇന്നലെ നടന്നത്. ആ മുഖാമുഖത്തിൽ ചോദിച്ചു കുട്ടികൾ, CM വലിയുല്ലാഹി മജ്ദൂബായിരുന്നോ? ഉടൻ സ്റ്റേജിൽ നിന്ന് വന്ന മറുപടി, CM വലിയുല്ലാഹി അല്ല മജ്ദൂബ്, ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ചവർക്കാണ് ജദ്ബിന്റെ ഹാലുള്ളത് എന്ന് മറുപടി കളഞ്ഞ് ആരായി പറയുന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരേനി പറയുന്നത്. ആ രൂപത്തിലായി ഇപ്പൊ അവരുടെ അവസ്ഥ. അതങ്ങനെ തന്നെ ഉണ്ടാകുക കേട്ടോ. കാരണം എവിടുന്നാ നിങ്ങൾ തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ തുടങ്ങിയത്? വലം തജിദലി സുന്നത്തില്ലാഹി തബ്തീല. അല്ലാഹു തആലയുടെ പാരമ്പര്യം അല്ലാഹു തആല മാറ്റുകൂല. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ അടിയുണ്ടാക്കി, കലാപമുണ്ടാക്കി നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ ചരിത്രം തിരിഞ്ഞു കുത്തുകയാണ്. അങ്ങനെയാണ് ഇന്നലെ നല്ലൊരു പരിപാടി അവർ വെച്ചു. ആ പരിപാടിക്ക് ആരും പോകരുത് എന്ന് SYS സർക്കുലർ ഇറക്കി. അതും കൂടി ലംഘിച്ചുകൊണ്ടാണ് ജനം തടിച്ചുകൂടിയത്. അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, ഈ രണ്ട് മൗലവിമാര് ആശയ വ്യതിയാനം നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്നു. അത് സുന്നികളായ നമുക്ക് മാത്രമല്ല. അപ്പൊ കണ്ടില്ലേ, അനീഫ കായക്കൊടി പ്രസംഗിച്ചത് കണ്ടില്ലേ? കാലങ്ങളായി മുസ്ലിം സമുദായം വിശ്വസിച്ചും ആചരിച്ചും പോന്നതായ ആ തിയറികൾ തിരുത്തി എഴുതുകയാണ്. ഒരാൾ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടാകും എന്ന് ഒരാള്. നോക്കണേ നിങ്ങൾ, ഇത് മുജാഹിദല്ല ഇവിടെ പറഞ്ഞത്. ഇത് ഈ കണ്ട കാലം വരെ ഇവിടെ മുജാഹിദുകളായിരുന്നു പറഞ്ഞിരുന്നത്. അത് സുന്നി മൗലവിമാര് പറയാൻ തുടങ്ങി. ഒന്ന്, പൊന്മളയാണെങ്കിലോ, പൊന്മള ഇതിനൊക്കെ എതിർക്കുന്നു, എല്ലാ ത്വരീഖത്തിനും എതിർക്കുന്നു. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഷറഫുകളൊക്കെ ജീവിതകാലത്ത് മാത്രമേയുള്ളൂ, വഫാത്തിന്റെ ശേഷം അതില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. അങ്ങനെ എന്തെല്ലാം പറഞ്ഞു വന്ന് കേരളം ആദരിക്കുന്ന, കേരളത്തിലുള്ള പണ്ഡിതന്മാര് ബഹുമാനിക്കുന്ന, വളരെ തഅ്ലീമോടുകൂടെ കണ്ടിരുന്ന ഈ അടുത്തുള്ള പട്ടിക്കാട് അബ്ദുള്ള ഹാജി എന്ന മഹാനവറുകളെ പറ്റിയിട്ടും കൂടി അദ്ദേഹം പുസ്തകം എഴുതി. നിശിതമായി വിമർശിച്ചില്ലേ? എന്തെല്ലാനാ ഇപ്പൊ കഴിഞ്ഞ ദിവസം മിഞ്ഞാന്ന് കോഴിക്കോട് വെച്ചിട്ട് പൊന്മള പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞത്? കണ്യാല അബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞ ആള് ആദ്യം അയാളെ ദിക്റും സലാത്തൊക്കെ ഏറ്റ് അയാൾ കഴിഞ്ഞുകൂടുകയായിരുന്നു.
പിന്നീട് അദ്ദേഹത്തിന്റെ ത്വരീഖത്ത് പ്രചരിപ്പിച്ച് എല്ലായിടത്തും എത്തിച്ചു. അപ്പൊ കർണാടകീന്ന് ആൾക്കാർ വരുന്ന, ശബരിമലയ്ക്ക് ആൾക്കാർ വരുന്നത് പോലെ കർണാടകീന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് ആള് വന്നിരുന്നത്. നോക്കണേ ഉസ്താദെ, പറയുന്നത് കേട്ടോ നിങ്ങള്. ശബരിമലയ്ക്ക് ആള് വരുന്നത് പോലെയാണ് വന്നത്. അങ്ങനെ അദ്ദേഹത്തിനുള്ള കുഴപ്പം എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അദ്ദേഹം കറുത്ത കുപ്പായം ഇടുന്നുണ്ട്. ഒരു ത്വരീഖത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു കാര്യമാണ് സുബ്ഹാന ജല്ല ജലാലു, കറുത്ത കുപ്പായം ഇടുന്നുണ്ട്. അപ്പൊ പൊന്മളിനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഓരോരോ വേദികളിൽ ഇങ്ങനെ കറുത്ത ഓവർകോട്ട് ഇടുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ജായിസാവുക? അപ്പൊ പറഞ്ഞ് ഞങ്ങൾ അതിന്റെ അടിയിൽ വെള്ളം ഇടുന്നുണ്ടല്ലോ. അപ്പൊ അടിയിലുള്ളത് നോക്കിയിട്ടാ ഒരു ത്വരീഖത്ത് തീരുമാനിക്കല്? മനുഷ്യന്മാരെ അടിയിൽ എന്തൊക്കെ ഉള്ളതെന്നാ നോക്ക. ഈ രൂപത്തിൽ പറ്റ തരം താഴ്ന്നുകൊണ്ടാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവിടെ പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും. അങ്ങനെ മൂപ്പർ ത്വരീഖത്ത് ഒരു സമഗ്ര പഠനമല്ല, തകർപ്പൻ പഠനമാണ് അദ്ദേഹം എഴുതിയത്. ഒരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയതോടുകൂടെ അദ്ദേഹത്തിന്റെ ശനിദശൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിനെതിരെയായി സംഘടനയിലുള്ള പല പ്രവർത്തകർ മുഴുവനും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം, നോക്കണേ നിങ്ങൾ, എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പണി? നാടെല്ലാ നാടുകളിലും ഔദ്യോഗിക പള്ളിയുടെ മുമ്പിൽ സമാന്തര പള്ളിയുണ്ടാക്കിയിട്ട് അവിടെ ജുമഅ തുടങ്ങാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്, അതിനുവേണ്ടി മസ്അലയുണ്ടാക്കുന്നത് ഇദ്ദേഹമാണ്. നോക്കണേ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഖുബായിൽ നിസ്കരിക്കുന്ന സമയം, മസ്ജിദുൽ ഖുബായിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയം, ആ സമയത്ത് അബൂ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മുനാഫിക്കായ മനുഷ്യൻ, അതാ മറ്റൊരു പള്ളി അതിന്റെ മുമ്പിൽ ഉണ്ടാക്കുകയാണ്. എന്താണ് പള്ളി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്? ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ അവരെ നമുക്ക് വഴിതിരിച്ചു വിടണം, ഒരൽപ്പം ആളുകളെ നമ്മുടെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് 12 ആളുകളുടെ ഒരു യോഗം വിളിക്കുകയാണ്. ആ യോഗത്തിൽ തീരുമാനിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയുടെ അടുത്ത് മറ്റൊരു പള്ളിയുണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവര് പള്ളിയുണ്ടാക്കി, ആ പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയാണ്. എന്താ നബിയോട് പറയുന്നത്? നബിയെ, ഇന്നാ നുഹിബ്ബു അൻ തഅ്തിയന, നിങ്ങൾ ഞങ്ങളെ പള്ളിയിലേക്കൊന്ന് വരണം. വതുസല്ലിയലന, ആ പള്ളിയൊന്ന് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്യണം. വതദുഉവലനാ ബിൽ ബറക, ആ പള്ളിയിലൊന്ന് വന്നിട്ട് ദുആ ചെയ്യണേ നബിയേ. നോക്കണേ നിങ്ങൾ, മുനാഫിക്കീങ്ങൾ പള്ളിയുണ്ടാക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയുടെ പരിസരത്ത് ഒരു പള്ളിയുണ്ടാക്കി മുഅ്മിനീങ്ങളെ അങ്ങോട്ട് വഴിതിരിച്ച് വിടാൻ വേണ്ടി പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളിയിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കുകയാണ്. നബി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പള്ളിയുണ്ടാക്കിയത്? അപ്പൊ പറഞ്ഞു, ബനൈനാ മസ്ജിദൻ ലിദിൽ ഇല്ല, അസുഖമുള്ളവർക്ക് താമസിക്കാൻ വേണ്ടിയാണ് ഈ പള്ളി. വൽ ഹാജത്തെ, മാനുഷിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി, സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് നബിയെ ഈ പള്ളി ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പള്ളി ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ ഒരു യാത്രക്കൊരുങ്ങുകയാണ്. യാത്ര കഴിഞ്ഞ് വന്നാൽ ഇൻഷാ അല്ലാഹ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കും കിട്ടണ ആര്? പള്ളി ഉണ്ടാക്കുന്നത് നബിയെ ദ്രോഹിക്കാനാണെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ ആര് വരണമെന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരണമെന്നാ. അതെന്താ അറിയോ? എന്നാ നബിന്റെ ഒപ്പം ഇരുന്നൊരു ഫോട്ടോ എടുക്കാലോ. മനസ്സിലായില്ലേ? നബിന്റെ ഒപ്പം ഇരുന്നൊരു ഫോട്ടോ എടുക്കാലോ. അപ്പൊ അത് വെച്ചിട്ട് എല്ലാരോടും പറയാലോ, ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാ? മുഹമ്മദ് നബി അല്ലേ ഉദ്ഘാടനം ചെയ്തെന്നത്. അത് പഴയ മുനാഫിക്ക് തന്ത്രാണ് അല്ലേ? അതിന്റെ മോഡൽ ഇപ്പൊ ആവർത്തിക്കുന്നില്ലേ? ഉണ്ട്, അതിന്റെ മോഡൽ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ നോക്കണേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ടാണ് നീങ്ങുന്നത്. റസൂലുള്ളാഹിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്.
അതിനുവേണ്ടിയാണ് പള്ളി ഉണ്ടാക്കുന്നത്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതോ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇന്നത്തെ കാലമാണെങ്കിൽ ഫോട്ടോ എടുക്കും, അത് ഫ്ലെക്സിൽ വരും, അത് വാട്സപ്പിൽ കൊടുക്കും. കണ്ടില്ലേ നബിയും ഞങ്ങളും ഒരുമിച്ചിരിക്കുന്നത്, ഞങ്ങളെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് വന്നില്ലേ. അന്ന് മുനാഫിക്കുകൾ ആ തന്ത്രം ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞങ്ങളിപ്പോൾ തബൂക്കിലേക്ക് പോവുകയാണ്, ഞങ്ങൾ പോയി വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നു. മുനാഫിക്കുകൾ വന്നു, നമുക്കൊരു നല്ല ഇനോഗ്രേഷൻ പ്രോഗ്രാം നടത്തണ്ടേ, നല്ല രൂപത്തിൽ ഉദ്ഘാടനം ചെയ്യണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ കമീസ് എടുക്കൂ, ഞാൻ ആ പള്ളിയൊന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ. ആ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. വല്ലദീന തഖദൂ മസ്ജിദ ലിറാറം വകുഫറം വതഫരീഖം ബൈനൽ മുഅ്മിനീൻ. ഒത്തൊരുമിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പള്ളിയുണ്ടാക്കുന്നു, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പള്ളിയുണ്ടാക്കുന്നു, നാട്ടുകാരെ രണ്ടാക്കാൻ വേണ്ടി പള്ളിയുണ്ടാക്കുന്നു. അത്തരം പള്ളി ലാ തഖും ഫീഹി അബദാ, അവിടേക്ക് പോകരുത് നബിയേ, അത് ഉദ്ഘാടനം ചെയ്യാൻ പോകരുത് നബിയേ. വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉദ്ഘാടനം ക്യാൻസലാക്കിയിട്ട് റസൂലുള്ള സഹാബത്തിനോട് പറയുകയാണ്, ഇഹ്ദിമൂഹു വഹർരിഖൂ, ആ പള്ളി പൊളിച്ചു കളയുക, ആ പള്ളി കത്തിക്കുക എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ സഹാബത്ത് ഈത്തപ്പന മടല് വലിയ കെട്ടാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ട് തീ കൊടുത്തു. പള്ളിയോട് എതിർപ്പല്ല, പള്ളി നല്ലത് തന്നെയാണ്. പക്ഷേ പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അതാണ് ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ പള്ളി പൊളിക്കണം, ആ പള്ളി കത്തിച്ചു കളയണം. അമറ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുത്തഖദ ദാലിക കുനാസ, അവിടെ നല്ലൊരു കക്കൂസ് ഉണ്ടാക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീറുൽ ഖുർത്തുബി ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം വിശദീകരിച്ചിട്ടുണ്ട്. നോക്കണേ നിങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ നബി യാത്ര പോയില്ലേ? ആ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ അവിടെ നിസ്കാരം തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ, ഔദ്യോഗികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ് തന്നെ മീറ്റിംഗും പരിപാടിയൊക്കെ നടക്കുമല്ലോ, ഗൂഢാലോചനകളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ അവിടെ അല്പസ്വല്പം നിസ്കാരം തുടങ്ങി. ആ നിസ്കാരം തുടങ്ങിയപ്പോൾ അവിടെ ഇമാമായി നിർത്തിയത് മുജ്മിഉ എന്ന് പറയുന്നൊരു മനുഷ്യനെ. ഈ മുജ്മിഉ നല്ല ഓത്തറിയുന്ന ആളാ, നല്ല സൗണ്ടുള്ള ആളാ. അവനോട് പലരും പറഞ്ഞു അവിടെ പോകരുത്. പക്ഷേ മുജ്മിഉ അവിടെ പോയി ഇമാമ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നപ്പോ പള്ളി കത്തിക്കാൻ പറഞ്ഞു, പള്ളി പൊളിക്കാൻ പറഞ്ഞു. സഹാബത്ത് അത് നശിപ്പിച്ചു. കുറെ കാലങ്ങൾ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം നാടൊട്ടാകെ വികസിക്കുകയാണ്. പല ഭാഗത്തും പള്ളിയുണ്ടാക്കുകയാണ്. അങ്ങനെ പള്ളിയിലേക്ക് ഇമാമിനെ അന്വേഷിക്കുകയാണ്. സ്വഹാബത്ത് വന്ന് പറഞ്ഞു, ഉമർ തങ്ങളെ, മുജ്മിഉ നല്ല ഖിറാഅത്താണ്, നല്ല സൗണ്ടാണ്, അവനെ നമുക്ക് പള്ളിയിൽ ഇമാമാക്കിക്കൂടെ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവലൈസ ഇമാമൽ മുനാഫിഖീന ഫീ മസ്ജിദിൽ ളിറാർ, ഫിത്നയുടെ പള്ളിയിൽ ഇമാമായിരുന്നില്ലേ? ലാ വല്ലാഹി, അവനെ ഇമാമാക്കാൻ പറ്റൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിഘടിത പള്ളിയിൽ ഇമാമ് നിന്ന ആളെ ഒരിക്കലും ഇവിടെ ഇമാമ് നിർത്താൻ പറ്റൂല. സമസ്തക്കാരനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇമാം ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായയിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യനെ തള്ളി ഇമാമ് നിർത്താൻ പറ്റൂല. നോക്കണം നിങ്ങൾ,
ദീനിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഒരു നാട്ടിൽ യാതൊരു കുഴപ്പവുമില്ലാതെ പള്ളിയുണ്ടാക്കുന്നവര്, മദ്രസയുണ്ടാക്കുന്നവര് ചരിത്രത്തിലേക്ക് മടങ്ങുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരിച്ചു കളയാനും തീ കൊടുക്കാനുമാ പറഞ്ഞത്. സഹോദരങ്ങളെ, അതിന് നമുക്ക് കഴിയൂലെങ്കിലും അങ്ങോട്ട് പോകാതിരിക്കെങ്കിലും നമ്മൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താ? ഇത് നശിപ്പിക്കണം എന്നാ പറഞ്ഞത്. അതിന് നമുക്ക് കഴിയൂല. ഇത് ഡെമോക്രാറ്റിക് കൺട്രിയാ, മതേതരത്വ രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സഹകരിക്കരുത്. നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്ന ഒരു പള്ളിയോടും നമ്മൾ സഹകരിക്കരുത് എന്നുള്ളത് ഖുർആന്റെ നിർദ്ദേശമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വീണ്ടും എഴുതി, ലാ യജൂസു ബിനാഉൽ മസ്ജിദി ബിജംബി മസ്ജിദിൻ ആഖർ ഇല്ലാ ലിദറൂറ. അത്യാവശ്യ ഘട്ടങ്ങളല്ലാതെ ഒരു പള്ളിയുടെ ചാരത്ത് മറ്റൊരു പള്ളി ഉണ്ടാക്കരുത് എന്നുള്ളത് ഈ ആയത്ത് നിന്ന് മനസ്സിലാകുന്നു എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു എഴുതിയിരിക്കുകയാണ്. ഇതൊക്കെ ശരീഅത്തല്ലേ? ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്? ഇതിലെ സുന്നത്ത് ജമാഅത്ത്. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഒരു പള്ളി. ഇപ്പൊ എന്റെ നാട്ടില്, ഈ അടുത്ത എന്റെ നാട്ടിൽ എന്താ ഉണ്ടായത്? സമസ്തന്റെ 5 മദ്രസ ഉണ്ട്. ഈ 5 മദ്രസ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എന്താ ഉണ്ടാക്കിയത്? തൊട്ടടുത്ത് നമുക്ക് പെൺകുട്ടികൾക്ക് SSLC കഴിഞ്ഞാൽ അഫ്ളലുൽ ഉലമ പഠിപ്പിക്കാലോ എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം ഉണ്ടാക്കി. അങ്ങനെ സ്ഥാപനം ഉണ്ടാക്കിയിട്ട് സ്ഥാപനത്തിന് എന്താ പേരിട്ടത്? IDC, ഇസ്ലാമിക് ദഅ്വ സെന്റർ. ഇസ്ലാമിക് ദഅ്വ സെന്റർ എന്ന് പേരിട്ട് പെൺകുട്ടികളെ അഫ്ളലുൽ ഉലമ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്നും പൈസ കളക്ഷൻ ചെയ്തു. എല്ലാവരും പെൺകുട്ടികളെ പഠിപ്പിക്കാനല്ലേ, ഈ ബസ്സിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ തിരക്കിയിട്ട് വളാഞ്ചേരി ടൗണിക്ക് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിന് സഹകരിച്ചു. നിർമ്മാണം പൂർത്തിയായപ്പോൾ ഉടൻ ഒരു ഫ്ലക്സ്, സുന്നി മദ്രസ ഉദ്ഘാടനം. നോക്കണേ നിങ്ങൾ, ഒരു ദീനീ പ്രവർത്തന, സുന്നി മദ്രസ ഉദ്ഘാടനം. എന്നിട്ട് എന്താ കാട്ടിയത്? സമസ്തന്റെ മദ്രസയിൽ ഇതുവരെ പഠിപ്പിച്ചിരുന്ന ഒരു മുഅല്ലിം ഏതാനും കുട്ടികളുമായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി ആ മദ്രസയിൽ ജോയിൻ ചെയ്തു. നോക്കണേ നിങ്ങൾ, ഇതാണ് ദീനീ പ്രവർത്തനം. ഇതാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം. എന്തായിരുന്നു സ്ഥാപനത്തിന്റെ പേര്? IDC. ഞാൻ നാട്ടിൽ പ്രസംഗിക്കുമ്പോ പറഞ്ഞ് IDC എന്ന് പറഞ്ഞാൽ ഇത് ദാരുണമായ ചതി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇസ്ലാമിക് ദഅ്വ സെന്റർ എന്നല്ല. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ഡ്രാമറ്റിക് ചീറ്റിംഗ്. നാടകീയമായ ചതിയാണ് ഈ നടത്തിയിരിക്കുന്നത്. എല്ലാവരുടെ പൈസ വാങ്ങുക, പെൺകുട്ടികളെ അഫ്ളലുൽ ഉലമ പഠിപ്പിക്കുക എന്ന് പറയാ. എന്നിട്ട് നിർമ്മാണം പൂർത്തിയായപ്പോൾ സുന്നി മദ്രസ ഉദ്ഘാടനം. ഇനി എന്താ കാട്ടറിയോ? ഇനി അതിന്റെ മുകളിൽ വേറൊരു ഹാൾ ഉണ്ടാക്കും, ദർസ് ഹാള് എന്ന് പറഞ്ഞിട്ട്. നിർമ്മാണം പൂർത്തിയായാൽ ഒരു മിനാർ അവിടെ കൊടുന്നു വെക്കും. സുന്നി ജുമാ മസ്ജിദ് ഉദ്ഘാടനം. ആരാ ജുമാ തുടങ്ങാൻ വരിക? തൊട്ടടുത്ത് വേറൊരു പള്ളി ഉണ്ട്, അതുകൊണ്ട് മസല ഉണ്ടാക്കണ്ടേ? ആരാ മസല ഉണ്ടാക്കാൻ വരിക? ആരാ വരിക? ഇവിടെ ആരാ വന്നത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്തഫ മൂപ്പരെന്നെ വരും. കാരണം ഒരു പള്ളിന്റെ തൊട്ടടുത്ത് വേറെ പള്ളി ഉണ്ടാക്കി ജുമാ തുടങ്ങണമെങ്കിൽ കറക്ക് കമ്പനി മസാല പറയണം. വരും, സംശയിക്കണ്ട. ഇതാണ് നാട്ടിൽ നിങ്ങൾ നടത്തുന്ന സുന്നത്ത് ജമാഅത്ത്. ഇത് അല്ലാഹ് കബൂലാക്കോ? പിന്നെ നിങ്ങൾ തമ്മു തല്ലൂലേന്ന് എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോവുക? ആ തല്ലിന്റെ തുടക്കം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ പുത്തൻതാണിയിൽ വെച്ചിട്ട് മുഖാമുഖത്തിൽ മറുപടി പറയുന്ന സഖാഫിക്ക് നല്ലൊരു ചവിട്ടിട്ടി. അറിയോ നിങ്ങള്? അറിയില്ലേ? ചവിട്ടിട്ടി കൊളത്തൂർ അലവി സഖാഫിക്ക് പത്രത്തിൽ വന്നതല്ല, ഞാൻ എന്തിനാ മൂടി വെക്കുന്നത്? നല്ല ചവിട്ടിട്ടി. ആ ചവിട്ട് കഴിഞ്ഞ് അവിടെ പോയി. ആരാ ഈ ചവിട്ടുന്നത്? സ്റ്റേജിൽ ഇരുന്നിട്ടാണ് ഈ ചവിട്ടുന്നത്. ഗസ്റ്റിന്റെ ടാഗ് ഇട്ടിട്ടാണ് ഈ ചവിട്ടുന്നത്. സദസ്സിന് ചവിട്ടിട്ടാണെങ്കിൽ ബുഷിന് ഏറിട്ട മാതിരി ആരോ വന്നിടാൻ വിചാരിക്ക. സ്റ്റേജിൽ വന്ന് ചവിട്ടുകയാണെങ്കിൽ എങ്ങനെ മനുഷ്യന്മാരെ സ്റ്റേജിൽ ഇരുത്തുക? ഈ ഗസ്റ്റിന്റെ ടാഗ് എടുത്തിട്ട് ഓടുന്ന ഉസ്താദ്മാരെ ചവിട്ടുന്നു. എന്നിട്ട് വേഗം കാറ് കയറിയാണ് പോവുക ചെയ്ത്. ഹോസ്പിറ്റലിൽ കടന്നാൽ കേസാവൂലേ? ഇതൊക്കെ ഉണ്ടാവും.
ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ ഇപ്പോ പരിപാടി വെക്കുമ്പോ നല്ല പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ വാങ്ങുന്നു. ആരെ പേടിച്ചിട്ട്? വേറെന്നോടെ പേടിച്ചിട്ട്. അപ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ചെയ്യണം. ജനങ്ങളെ മുമ്പിൽ ആളാവാൻ വേണ്ടി. അതുപോലെ തന്നെ എന്നിട്ട് എന്താ ഈ കാട്ടുന്നവർ നിങ്ങൾക്ക്? ഇവരിതേപോലെ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കും. പള്ളി ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞില്ല സക്കാഫിയൊക്കെ പണിയില്ലല്ലോ. അപ്പൊ പോത്തിനെ നോക്കാൻ കഴിയാത്തവർ മോലേറെ പിടിച്ച് പള്ളിയിൽ മുദരിസാക്കും. ആക്കിയിട്ടോ ആള് മരിച്ചിട്ടുണ്ടാവൂല, കിടക്കുന്നേ ഉണ്ടാവുള്ളൂ. അതിന്റെ മുമ്പിലേ എല്ലാരും കൂടി വന്ന് ഖുർആൻ ഓതാൻ തുടങ്ങും. മരിച്ചിട്ടുണ്ടാവൂല, അതിന്റെ മുമ്പിലേ വന്നിട്ട് മുദരിസും കുട്ടികളും എല്ലാരും കൂടി വന്നിട്ട് ഖുർആൻ ഓതും. അപ്പോ ഇതൊക്കെയാണ് ഇപ്പൊ സംഭവം നടക്കുന്നത്. അതിപ്പോ കണ്ടില്ല നിങ്ങള്? അതാ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമ്പോ ക്ഷണിക്കാതെ വന്ന് ക്യാമറക്കാരെ കൂട്ടി കയറി ഫോട്ടോ എടുത്തില്ലേ? ആര്? ഇപ്പൊ നിങ്ങളെ കണ്ടില്ലേ? കണ്ട്. ഇതേപോലെ തന്നെ ആള് മരിച്ചിട്ടുണ്ടാവില്ല, അതിന്റെ മുമ്പേ എല്ലാരും കൂടി വന്ന് ഖുർആൻ ഓതും. ഇത് ഇവിടെ കേട്ടോ, നമ്മള് പയ്യന്നൂർ, ഞാൻ പയ്യന്നൂരാ ജോലിക്കുന്നത്. അവിടെ ഇതേപോലെ പള്ളികൾ നിറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു നിസ്കാര പള്ളിയിൽ ജുമ തുടങ്ങി നോക്കുമ്പോ ആദ്യത്തെ വെള്ളിയാഴ്ച നല്ല ആള്, പിന്നെയുള്ള വെള്ളിയാഴ്ച ഒന്നും ആളില്ല. ഇപ്പൊ എന്താ കാട്ടി അറിയോ? വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞേക്ക് കോഴി ബിരിയാണി എല്ലാ ആഴ്ചയും. അപ്പൊ പള്ളിയിൽ ആളുണ്ട്. എന്തിനാ ആള്? കോഴി ബിരിയാണി എന്നാണ്. അപ്പൊ സ്കൂൾ കുട്ടികൾ അപ്പുറത്തെ പള്ളിയിൽ ജുമ കൂടിയിട്ട് സ്കൂൾ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞാൽ പറയും ജുമക്ക് വരണ ഒരു ടോക്ക് എടുക്കണം. അപ്പൊ പള്ളിയിൽ കോഴി ബിരിയാണി കൊടുക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞാൽ കോഴി ബിരിയാണി. എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്നിട്ടിപ്പോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പയ്യന്നൂർ ഒരു ജുമാഅത്ത് പള്ളിയുടെ ജുമക്ക് ശേഷം ഒരു കുട്ടി ബക്കറ്റേറ്റിരിക്കുന്നു. നേപ്പാൾ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബക്കറ്റേറ്റ്. അപ്പൊ ഒരാള് ചോദിച്ചു, അല്ല മോനെ, ഇവിടുന്ന് കുറെ ഇങ്ങോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയല്ലോ, അതിന് വല്ലതും ആയോ? കോഴിക്കോട് എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞ അതൊക്കെ പോയില്ലേ? പിന്നെ നേപ്പാളിൽ ഉണ്ടാക്കിയത് എങ്ങനെ നമുക്ക് തിരിയാൻ? അവസാനം ആരും ഇട്ടുകൊടുക്കാതെ പോയപ്പോ ആ സാധു എന്താ കാട്ടിയത് അറിയോ? കീസി 4 10 ഇട്ട ബക്കറ്റ് കട്ട്, പൈസ ഇടുന്നുണ്ട് എന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവരാണിപ്പോ സമസ്ത ഒരു 100 രൂപ ചോദിച്ചപ്പോ അതിനെതിരെ കേസ് കൊടുക്കുന്നത്. അള്ളാഹു നിസ്സാരാക്കി. കേസ് പൊട്ടിയില്ലേ? കേസ് പൊട്ടി. ഇങ്ങനെ നാടൊട്ടാകെ പള്ളിക്ക് മുമ്പിൽ പള്ളി, മദ്രസക്ക് മുമ്പിൽ മദ്രസ, ഈ രൂപത്തിൽ ദീനീ പ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ടിപ്പോ ഈ കഴിഞ്ഞ SYS സമ്മേളനം എടരിക്കോട് നടന്നപ്പോ അവിടെ വെച്ചൊരു പ്രമേയം, SYSന്റെ കീഴിൽ മഹല്ല് ശാക്തീകരണം നടത്തണം. അതിന് ചങ്ങായിമാരെ, നിങ്ങൾക്ക് മഹല്ല് വേണ്ടേ? പിന്നെ എങ്ങനെ ഈ ശാക്തീകരണം നടത്തുക? അപ്പൊ മഹല്ല് ശാക്തീകരണം നടത്തണമെങ്കിൽ നിലവിലുള്ള മഹല്ലിൽ കയറി ആദ്യം മഹല്ല് ശിഥിലീകരണം നടത്തണം, എന്നിട്ട് മഹല്ല് ശാക്തീകരണം നടത്തും. മഹല്ല് ശിഥിലീകരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആദ്യം ഒരു മഹല്ല് അവിടെ ഉണ്ടാക്കുക. അല്ല, നിങ്ങൾക്ക് എവിടെ മഹല്ലുള്ളത്? പാസ്പോർട്ട് ഓഫീസ് പോലല്ലേ നിങ്ങൾക്ക് പള്ളിയുള്ളത്? അപ്പോ നിങ്ങൾ ഇങ്ങനെ ദീനീ പ്രവർത്തനം നടത്തുമ്പോ അതിന്റെ അവസാന ഫലങ്ങനാകും. ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങള് മെല്ലെ മെല്ലെ പേരോടും പൊന്മളൊക്കെ മാറ്റി മുക്കുമൂലക്ക് വാദപ്രതിവാദവും ഖണ്ഡനവും മുഖാമുഖവും വെച്ച ആൾക്കാര് ഇപ്പൊ പറയാണ് നബിക്ക് നയലില്ല എന്നേ കിതാബിലുള്ളൂ, മുടിക്ക് നയലില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഷറേ മുബാരക്കിന് നയല് കാണാം. പേരോടാ പറഞ്ഞത്. റസൂലുള്ളാഹിക്ക് നയലില്ല എന്നേ ഉള്ളൂ, ഷഹർ മുബാറക്കിന് നയലില്ല എന്ന് കിതാബിലില്ല, അതുകൊണ്ട് അതിന് നയല് കാണാം ആദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് പറഞ്ഞു നബിക്ക് ചിലപ്പോൾ നബിക്കും നയലുണ്ടാവാം അടുത്ത. ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ അവസാനം പറഞ്ഞ എന്താ അറിയോ? ഇന്നലെ മിഞ്ഞാന്ന് പൊന്മള വന്നിട്ട് അലവി സക്കാഫി വന്നിട്ട് പറഞ്ഞത് മമ്പുറം തങ്ങൾ മജ്ദൂബായിരുന്നു. അപ്പൊ പൊന്മള എഴുതി വെച്ചിട്ട് ഒരു ചുവന്ന പുസ്തകം, ചുവന്ന ബുക്കുണ്ട്, ഒരു ചുവന്ന ബുക്ക്. ഈ ചുവന്ന ബുക്കില് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതി വെക്കാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മുറബിയായ ഷെയ്ഖായിരുന്നു ഒരിക്കൽ. തൊട്ടപ്പുറത്ത് മുറബി ഒരിക്കലും മജ്ദൂബാവുകയില്ല. എന്താ നിങ്ങളെ കഥ? മമ്പുറം തങ്ങൾ മുറബിയായ ഷെയ്ഖാണ് എന്ന് പൊന്മള, മുറബി ഒരിക്കലും മജ്ദൂബാവൂല അതും പൊന്മള.
മമ്പുറന്തങ്ങൾ മജുദൂബായിരുന്നു. അലവി സഖാഫി, നിങ്ങൾക്ക് എന്താ ഔലിയാക്കന്മാരെ തൊടാനൊരു പേടില്ലേ? തോന്നിയ മാതിരി പറയാ. ഇതൊക്കെ പടച്ച റബ്ബ് കേൾക്കുന്നുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. എന്റെ വലിയിനെ ധിക്കരിച്ചാൽ ഞാനും അവരുമായി യുദ്ധത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ഖുദ്സിയായ ഹദീസിൽ വന്നതാ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി തോന്നിയസം പറയാ. അങ്ങനെ നോക്കണേ നിങ്ങൾ. പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറയാണ്, ഇന്ന് മുറബിയായ ഷെയ്ഖില്ല. അതേ സമയത്ത് മുറബിയായ ഷെയ്ഖന്മാരെല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഷെയ്ഖാക്കാൻ പറ്റിയ ആള് താജുൽ ഉലമയാകുന്നു. നോക്കണേ നിങ്ങൾ, മൂപ്പര് എഴുതി വച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. ഇന്ന് ഷെയ്ഖാക്കാൻ പറ്റുന്ന ഒരേ ഒരാളാരാണ്? താജുൽ ഉലമേന്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ, ഈ റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നെടുന്തൂൺ, ഔലിയാക്കളുടെ മുഷാവറയിലെ പ്രധാന കണ്ണി, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന ആള്, ഹറമ് ചെന്നാൽ തിരക്കുണ്ടെങ്കിലും ഇന്നെ കണ്ടില്ലെങ്കിലും കാണാൻ പറ്റിയ വേറൊരാളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ആള്, ഖാജയുടെ അടുത്ത് ചെല്ലുമ്പോൾ കേരളത്തിൽ ചെന്നാൽ നിങ്ങൾ ഇന്ന ആളെ പോയി കാണണമെന്ന് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി തങ്ങൾ പഠിപ്പിക്കുന്ന ആള്, 700ഓളം പണ്ഡിതന്മാർക്ക് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഒരേ ഒരു പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ ആളെ പറ്റി മിണ്ടിയതേയില്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഒരേ ഒരു ഷെയ്ഖാക്കാൻ പറ്റുന്ന ആള് താജുൽ ഉലമയാകുന്നു. ഇത് ഞാന് കഴിഞ്ഞ ദിവസം ചാലിയത്ത് ഒരു പ്രസംഗം ഉണ്ടായപ്പോ ഞാനിത് അവിടെ വെച്ച് പറഞ്ഞിരുന്നു. ചാലിയത്ത് ഇത് പറയേണ്ട പശ്ചാത്തലമുണ്ട്. നിങ്ങൾക്കറിയോ? അറിയോ? എന്താ? ചാലിയത്തുനിന്നാണ്. ചാലിയത്തുള്ളൊരു മൗലവിയാ പ്രസംഗിച്ചത്. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സിയാറത്ത് ചെയ്യാൻ പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മാടി വിളിച്ചു. ഉടൻ കുണ്ടൂര് ചോദിക്കുകയാണത്രേ, നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് ഈ തിരക്കുള്ള സമയത്ത് എന്നെ അങ്ങോട്ട് വിളിക്കരുത് എന്ന്? ഈ തിരക്കിലൂടെ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയൂല. അപ്പൊ റസൂല് പറഞ്ഞത്രേ, ഞാൻ വിളിക്കുന്നത് ഇന്നെ കാണാനല്ല, നിങ്ങൾക്ക് കാണേണ്ട വേറൊരാളുണ്ട് ഇവിടെ, അതുകൊണ്ടൊന്ന് വരീ. അപ്പൊ ഉടൻ കൊണ്ടൂര് വന്ന്, ഉണ്ടോ, ഉടൻ കൊണ്ടൂര് വന്ന് പോയി നോക്കുമ്പോൾ ഫഹുനാക ശൈഖ് അബൂബക്കർ. ഇങ്ങനെ വിടന്നെ, അടിച്ചു വിടന്നെ. ഏതായാലും നല്ലൊരു കൗമുണ്ട്, അല്ലാഹു അക്ബർ പറയാൻ. അത് പിന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ അതും കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വലിയ പഴയമായിരുള്ള ഇൻട്രസ്റ്റിലൊന്നും ഇപ്പൊ കിട്ടണില്ല. പണ്ടൊക്കെ കസാലിയിൽ കേറിയിട്ടും ചാടിയിട്ട് കൊടിയൊരു വീശലായിരുന്നു. ഇപ്പൊ അത്രയൊന്നും കിട്ടണില്ല. സപ്പോർട്ട് മെല്ലെ മെല്ലെ കുറയുന്നുണ്ട്. ഏതായാലും വളരെ ഡേഞ്ചറാണ് ഇപ്പോൾ അവസ്ഥ. അങ്ങനെ നോക്കണേ നിങ്ങൾ. നീല പുസ്തകം. അങ്ങനെ പോയി പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. പട്ടിക്കാട് അബ്ദുള്ള ഹാജിയെ രൂക്ഷമായി വിമർശിച്ചു. അദ്ദേഹത്തിന്റെ ത്വരീക്കത്ത് പഴച്ച ത്വരീക്കത്താണെന്ന് പറഞ്ഞു. ചരിത്രത്തിൽ കേരളത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു മഹാനായിരുന്നു അദ്ദേഹം. ധാരാളം ആലിമീങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നു. അതാകെ പ്രശ്നമായി. സംഭവം എന്തുണ്ടായി എന്നറിയോ? സംഭവം സമസ്ത തീരുമാനിച്ചു എന്നാ പൊന്മള പറഞ്ഞത്. ഏത് സമസ്ത? ഓല സമസ്ത കേട്ടോ. ഓല മുഷാവറ എന്ന് പറയാം. സമസ്ത നമ്മൾ പറയണ്ട. അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ഇവിടെ വന്നപ്പോൾ അതാ മറ്റടുത്തൊരു വ്യാജ പ്രവാചകൻ വന്നു. ആ വ്യാജ പ്രവാചകൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതുകയാണ്. മിൻ മുസൈലിമ റസൂലില്ലാഹ് ഇലാ മുഹമ്മദിൻ റസൂലില്ലാഹ്. പ്രവാചകനായ മുസൈലിമയിൽ നിന്ന് പ്രവാചകനായ മുഹമ്മദ് നബിക്കുള്ള കത്ത്. എന്നിട്ട് ആ കത്തിൽ എന്താ എഴുതിയത് അറിയോ? ആ കത്തിൽ എഴുതിയത് ഇന്നൽ അർള നഖ്സിമുഹാ ബൈനനാ. ഭൂമി നമ്മക്ക് രണ്ടാക്കൂ ഓരിച്ചെടുക്കാൻ. കണ്ട നിങ്ങള്, വ്യാജ പ്രവാചകന്മാര് വന്നാൽ ആദ്യമായി ഓരി വെച്ചെടുക്കുന്ന കാര്യ പറയുന്നത്. അപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കത്തിന് മറുപടി എഴുതി. ഓൻ എന്താ ഇങ്ങോട്ട് എഴുതിയത്? മിൻ മുസൈലിമ റസൂലില്ല ഇലാ മുഹമ്മദിൻ റസൂലില്ല. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തിന് തിരിച്ചു മറുപടി എഴുതിയത് മിൻ മുഹമ്മദിൻ റസൂലില്ല ഇലാ മുസൈലിമത്തുൽ കദ്ദാബ്. കണ്ടോ, റസൂലുള്ളാഹ് അവൻ ഉപയോഗിച്ചത് നബി തങ്ങൾ മാറ്റിയിട്ട് കദ്ദാബ് എന്ന ടൈറ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത്. അങ്ങനെ ഇത് പൊന്മൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ തീരുമാനിച്ചപ്പോ ആകെ പ്രശ്നമായപ്പോ മൂപ്പര് പറഞ്ഞു അത് സമസ്ത തീരുമാനിച്ചതാണ്. അപ്പൊ ബാക്കിയുള്ളവരും കൂടി എല്ലാവരും ഇളകി, ഞങ്ങൾ അങ്ങനെ അറിയില്ലല്ലോ. അതിലാണ് പ്രശ്നം തുടങ്ങിയത് മുഴുവൻ. അങ്ങനെ പ്രശ്നം തുടങ്ങിയപ്പോ ഇദ്ദേഹം ദർസ് നടത്തുന്ന മഞ്ചേരി ഹിക്കമിയ അറബിയ കോളേജിന്റെ തലപ്പത്ത് നിൽക്കുന്നത് OM റഷീദ്. അദ്ദേഹം ഏലംകുളം ബാപ്പു മുസ്ലിയാരുടെ മുരീദ. ഏലംകുളം ബാപ്പു മുസ്ലിയാരോ പട്ടിക്കാട് അബ്ദുള്ള ഹാജിയുടെയും മുരീദ. അതാകെ പ്രശ്നം. ഏലംകുളത്തിന്റെ അടുത്താണ് പൈസ മുഴുവൻ, OM റഷീദിന്റെ കയ്യിലാണ് പൈസ മുഴുവൻ ഉള്ളത്. അങ്ങനെ അതാകെ പ്രശ്നം. ഹിക്കമിയയുടെ തലപ്പത്ത് നിന്ന് OM റഷീദിനെ മാറ്റണമെന്ന് എല്ലാവരും കൂടി പ്രശ്നാക്കിയപ്പോൾ പൊന്മള പറഞ്ഞു മൂപ്പരെ മാറ്റാൻ പറ്റൂല, കാരണം മൂപ്പരെ കയ്യിലാ പൈസ. അങ്ങനെ OM റഷീദിന്റെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോ ഇവര് മുദരിസന്മാരെല്ലാരും കൂടി അവിടെ പോയി ചോറ് തിന്നൂന്ന്. കള്ളത്തൊരീക്കത്തുകാരെ പെരീക്ക് എങ്ങനെ നിങ്ങൾ ചോറുന്നാൻ പോയത്? നിങ്ങളുടെ ആശയവും ആമാശയവും ഇത് രണ്ടും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഇപ്പൊ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് പറയുന്നില്ല. ബഹുമാനപ്പെട്ട സക്കാഫി ഉസ്താദ് ഇസ്മായിൽ സക്കാഫി ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നല്ല കേട്ട് മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട നല്ല പ്രസംഗം ഇവിടെ നടത്തും. അർഹമുർ റഹീമായ റബ്ബ് നമ്മിൽ നിന്ന് ഇത് കബൂലാക്കി തെരുമാറാകട്ടെ. അള്ളാഹു നമ്മയെയും നമ്മുടെ ഉസ്താദുമാര്, ആലിമീങ്ങള്, നമ്മുടെ സമസ്തയിലെ ഉന്നതരായ പണ്ഡിതന്മാര് എല്ലാവർക്കും ദീനിന് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.